കാശേട്ടാ, ഒരുങ്ങി കഴിഞ്ഞില്ലേ? വേഗം വന്നേ, പോകാൻ നേരമായി. എന്തൊരു താമസമാണെന്ന് നോക്കണേ. പനിയൊക്കെ കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം കോളേജിൽ പോവുകയാണ് അപ്പു. എൻ്റെ പൊന്നു കുഞ്ഞെ, ഒന്ന് പതിയെ വിളിക്ക്. കേൾക്കുന്നവർ വിചാരിക്കും ഞാനെങ്ങാണ്ട് കണ്ണും പിരിയവുമൊക്കെ എഴുതുവാന്ന്. പറഞ്ഞുകൊണ്ട് തന്നെ കാശി വാതിൽ പൂട്ടി ഇറങ്ങി വന്നു. പിന്നെ ഒന്ന് വേഗം ഇറങ്ങി വന്നൂടെ? എത്ര നേരമെന്ന് വെച്ചാ മുറ്റത്ത് വന്ന് കാത്തു നിൽക്കുന്നേ? കാശിയുടെ വീർത്ത മുഖം കാണെ അപ്പു കാര്യമായി പറഞ്ഞു. ഡീ പെണ്ണെ, അപ്പുകൂട്ടാ, നീ എനിക്കിട്ട് തിരികെ പറയുവാണ് അല്ലേടി? അപ്പു ഒരുങ്ങിയിറങ്ങാൻ താമസിച്ചാൽ കാശി പറയുന്ന ഡയലോഗൊക്കെയാണ് ഇന്ന് അവൻ ഇത്തിരി താമസിച്ചപ്പോൾ അപ്പു എടുത്ത് കാച്ചിയത്. ആ അതേലോ, ഇനി ഞാൻ ഇത്തിരി വൈകിയാൽ എന്നെ ഒന്നും പറയാൻ പാടില്ല. അപ്പു ചിരി അടക്കി പിടിച്ചുകൊണ്ടൊരു ഭീഷണി പോലെ പറഞ്ഞു. നീ കൊള്ളാലോടി ഭയങ്കരി. ബുള്ളറ്റ് ഓടിച്ച് ഗേറ്റിന് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് കാശി പറഞ്ഞു. പിന്നിൽ കയറിയിരുന്ന അപ്പു ഒന്ന് അടക്കി ചിരിച്ചു. ആ വില്ലേജ് ഓഫീസറെ കണ്ടു കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമലേ. വൈകിട്ട് പതുപോലെ വായനശാലയിൽ വെച്ച് കാണും. നേരം നിരാശയോടെ കാശി പറഞ്ഞു. പിന്നിപ്പോ എന്തു ചെയ്യുമടാ? ചോദിച്ചുകൊണ്ട് അമൽ അവൻ്റെ അരികിലേക്കിരുന്നു. അതെ, ഒരു വഴിയുണ്ട്. പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അഭിലാഷ് അവർക്കരികിലേക്ക് വന്നു. എന്തു വഴി? അല്ല, നീ ഇതൊക്കെ എവിടെ ഒളിഞ്ഞു നിന്ന് കേട്ടു? കണ്ണുരുട്ടിക്കൊണ്ട് അമൽ തിരക്കി. അതെ, നിങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെയും ഇവിടെയും ആയിട്ടൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അബി നിലത്ത് കാൽവിരൽ കൊണ്ട് കരമെഴുതി നാണം അഭിനയിച്ചു പറഞ്ഞു. എടാ, നീ ആള് കൊള്ളാമല്ലോ. നാണം കെട്ടവനെ, ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നോ? കയ്യിലിരുന്ന വലിയ വടിയായിട്ട് അമൽ ചാടി എഴുന്നേറ്റു. ഒരു സഹായം ചെയ്തു തരാമെന്ന് വെച്ചപ്പോൾ വേണ്ടെങ്കിൽ വേണ്ട. ദൂരെ മാറി നിന്ന് ഒറ്റ കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് അബി പറഞ്ഞു. അവൻ്റെ ആ ഭാവം കണ്ട് കാശിയും അമലും പരസ്പരം നോക്കി ചിരിച്ചുപോയി. വാടാ ഇങ്ങോട്ട്, എന്നിട്ട് എന്താ ഇങ്ങനെ എന്നൊക്കെ മൊഴിയാൻ നോക്ക്. അബിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു. അങ്ങനെ വഴിക്ക് വാ ചേട്ടാ. അബി ഓടി വന്ന് അവർക്ക് ഇരുവർക്കും അരികിലിരുന്നു. പറയടാ, എന്താ വഴി? കാശി ആശങ്കയോടെ തിരക്കി. എൻ്റെ കാശിയേട്ടാ, ആ പെൺകുട്ടി എന്താ? അതിൻ്റെ പേര്? ഏത്? ആ മുസ്ലിം കുട്ടിയോ? കാശി താടി ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. അബി ഒന്ന് മൂളി. അമ്ന, കാശി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അമ്ന. അബി സ്വയം ഒന്ന് പറഞ്ഞു നോക്കി. എന്താടാ, അച്ചുവിനെ നീ തേച്ചോ? അമൽ ചിരി ഇടക്കി പിടിച്ച് ചോദിച്ചു. കാശിയേട്ടാ, നിങ്ങളുടെ കൂട്ടുകാരനോട് വായ അടച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞോ? മിണ്ടാതിരിക്കടാ, അവൻ പറയട്ടെ. കാശി അമ്മൻ്റെ തുടയിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. കാശിയേട്ടാ, ആദ്യം അച്ചു അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്ന് പരിചയപ്പെടട്ടെ. പിന്നീട് പതിയെ പതിയെ അപ്പുവിനെ കുറിച്ച് പറഞ്ഞാൽ മതി. കേൾക്കുമ്പോൾ തീർച്ചയായും ആ കുട്ടിക്ക് അപ്പുവിനെ കാണാൻ തോന്നും. അവൾ വന്ന് കാണുകയും ചെയ്യും. പിന്നെ അവൾ തന്നെ അപ്പുവിൻ്റെ അച്ഛനെയും അവളുടെ അച്ഛനും ഒരാളാണോ എന്ന് കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ നമ്മളെ അതിന് സഹായിക്കുക എങ്കിലും ചെയ്യും. അബി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അമലും കാശിയും പരസ്പരം ഒന്ന് നോക്കി. അച്ചു അവളെ പോയി കാണണമെങ്കിൽ ക്ലാസ്സുള്ള ദിവസങ്ങളിലല്ലേ പറ്റുള്ളൂ. ആ സമയത്തൊക്കെ അപ്പു കൂടെ കാണില്ലേ? അതിനല്ലേ ഈ ഞാൻ. കാശിയേട്ടൻ ഒരാഴ്ച വൈകിട്ട് നേരത്തെ ഇറങ്ങി അപ്പുവിനെ കൊണ്ടുപോകണം. അച്ചുവിനെ സ്റ്റാൻഡിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം. തിരികെ വീട്ടിലും കൊണ്ടുവിടാന്നേ. അബി ഒരു ചിരി ഒളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എടാ തെമ്മാടി, ആ കൊച്ചിനെ നിനക്ക് തരുമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. നോക്കാം, അവളുടെ കൂടെ ചോദിക്കട്ടെ എന്നേ അവരും പറഞ്ഞുള്ളൂ. നിന്റെ ഈ പെർഫോമൻസ് കണ്ട് അവരത് വേണ്ടാന്ന് വെക്കേണ്ട അവസ്ഥ വരരുത്. അബിയുടെ തോളിൽ നോവാതെ ഒന്ന് തല്ലിയിട്ട് അമൽ പറഞ്ഞു. ഓ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. ഇനി നിങ്ങൾ രണ്ടും കൂടെ ആലോചിച്ച് ഒരു തീരുമാനം അറിയിക്കണം. പറഞ്ഞുകൊണ്ട് അവൻ പോകാനിറങ്ങി. അതെ, തീരുമാനം എനിക്ക് അനുകൂലമാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണം. വാതുക്കൾ ചെന്ന് നിന്നുകൊണ്ട് ഒരു ചിരിയോടെ അബി പറഞ്ഞു. ഓ, ഇവനെ കൊണ്ട് ഒന്ന് വീട്ടിൽ പോടാ ചെറുക്കാൻ നീ. തലയിൽ കൈവച്ചുകൊണ്ട് അമൽ പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാൻ പോയേക്കാം. അബി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു പുറത്തേക്കിറങ്ങി. അവൻ പറഞ്ഞ വഴി തന്നെ നോക്കാം അല്ലേ അമലെ? കാശി ചിന്താഭാരത്തോടെ ചോദിച്ചു. അത് നോക്കാം, പക്ഷേ ആ കൊച്ചിനെ ഇവൻ്റെ കൂടെ വിടുന്നത് നടപടിയാകുമോ എന്നാണ് എൻ്റെ ആലോചന. ചെറു ചിരിയോടെ അമൽ പറയുന്നത് കേൾക്കെ കാശിയും പുഞ്ചിരിച്ചു. കാശിയേട്ടാ. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് താടിക്കിടയിലൂടെ വിരലുകൾ കടത്തി ഒന്ന് വലിച്ചുകൊണ്ട് അപ്പു വിളിച്ചത്. എന്താ എൻ്റെ അപ്പൂട്ടാ? ആ വിരൽ ഇഴയുന്നതിൻ്റെ ആലസ്യത്തിൽ കണ്ണുകൾ അടച്ചു കിടന്നവൻ അവസാനം പെണ്ണത് വലിച്ചു വിട്ടതിൻ്റെ നേർത്ത വേദനയോടെ തിരക്കി. എനിക്കേ നിച്ചേച്ചിയെപ്പറ്റി ഒരു സംശയം. ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നുകൊണ്ട് അപ്പു പറഞ്ഞു. നിച്ചുവിനെ പറ്റിയോ? എന്താ അപ്പു, എന്താ നിന്റെ സംശയം? കാശിയും എഴുന്നേറ്റ് ഹെഡ് റെസ്റ്റിൽ ചാരി ഇരുന്നു കൊണ്ട് തിരക്കി. ഇന്നേ കാശിയേട്ടാ, നിച്ചേച്ചി ഒരു കാറിലാണ് വൈകിട്ട് വീട്ടിലേക്ക് വന്നത്. എങ്ങനെ പറയണം, അവനത് വിശ്വസിക്കുമോ എന്നൊക്കെയുള്ള സംശയത്തിൽ അപ്പു മടിച്ചു പറഞ്ഞു. കാറിലാണെങ്കിൽ ചെറിയച്ഛൻ വിളിക്കാൻ ചെന്നിട്ടുണ്ടാകും. അതിനിപ്പോൾ എന്താ അപ്പു? കാശി ഒരൽപ്പം ഉച്ചത്തിൽ ചോദിച്ചു. അല്ല കാശിയേട്ടാ, ആ കാർ അത് കുഞ്ഞമ്മാവൻ്റെ കാറല്ല. അവൻ്റെ ശബ്ദം മാറിയതറിഞ്ഞ് അപ്പു പെട്ടെന്ന് പറഞ്ഞു. അവരുടെ കാറല്ലെങ്കിൽ പിന്നെ ആരുടെ കാറാണ്? നിനക്കെന്താ ഇങ്ങനൊരു സംശയം തോന്നാനുള്ള കാരണം?
പറയണോ വേണ്ടയോ എന്ന ചിന്തയോടെ അപ്പുവിൻ്റെ പേടിച്ചുള്ള ഇരിപ്പ് കാണെ കാശി അവളെ ഉയർത്തിയെടുത്ത് മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു. അപ്പു ആവട്ടെ അവൻ്റെ പ്രവൃത്തിയിൽ ഞെട്ടിപ്പിടഞ്ഞ് പറയാമെന്ന കാര്യവും മറന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി പതുങ്ങിയിരുന്നു പോയി. അപ്പോ കാശി ആ തലമുടിയൊക്കെ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് മൃദുവായി വിളിച്ചു. പെണ്ണൊന്ന് മൂളി. പറയാൻ വന്നതൊക്കെ കാശിയേട്ടൻ്റെ കുഞ്ഞ് മറന്നുപോയോടാ? അവളുടെ നെറുകിൽ ചുണ്ടു ചേർത്തൊന്ന് മുകർന്നുകൊണ്ട് അവൻ തിരക്കി. അത് ഞാൻ പറയുന്നത് കേട്ടിട്ട് ചെറിയമ്മാവനോട് പോയി പറയല്ലേ കാശിയേട്ടാ. അന്വേഷിച്ച് സത്യമാണോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അവൻ ചോദിച്ചതിന് മറുപടിയായി അപ്പു മെല്ലെ പറഞ്ഞു. അതൊക്കെ അത്രയുള്ളൂ. ഇനി എൻ്റെ കുഞ്ഞിപ്പെണ്ണ് കാര്യം പറഞ്ഞോ? കാശി സമാധാനത്തോടെ അവളോട് പറഞ്ഞു. അത് ചേച്ചി വന്ന കാർ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലേ, ആ ശിവദാസൻ, അയാളുടെ വീട്ടിലെ കാറാണ്. ഞാൻ ആ കാർ അവിടെ കണ്ടിട്ടുണ്ട്. അതുപോലെ അപ്പൂപ്പനെ കാണാൻ അയാൾ വരുമ്പോഴുമൊക്കെ ഈ കാറിലും വന്നിട്ടുണ്ട്. ഇന്ന് ആ കാറിൽ മിച്ചേച്ചിക്കൊപ്പം അയാളുടെ മകൻ നിരഞ്ജനാണ് ഉണ്ടായിരുന്നത്. അപ്പു വല്ലായ്മയോടെ പറഞ്ഞു. നീ ശരിക്കും കണ്ടതാണോ അപ്പു? അത് നിരഞ്ജൻ തന്നെയാണോ? അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് തിരക്കി. കണ്ടു. നമ്മുടെ ജംഗ്ഷനിലോ വീട്ടിലോ ഒന്നും പോകാതെ 2 സ്റ്റോപ്പിനപ്പുറം ബേക്കറി ജംഗ്ഷനിൽ ഇറങ്ങി നടന്നു പോകുന്നത് ഞാൻ ബസ്സിലിരുന്ന് കണ്ടതാണ്, അപ്പു ഉറപ്പോടെ പറഞ്ഞു. തൽക്കാലം എൻ്റെ അപ്പൂട്ടം ആരോടും പറയണ്ട കേട്ടോ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അവളെ ചേർത്ത് പിടിച്ചിരുന്നു കൊണ്ട് കാശി പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ശിവദാസൻ അയാളുടെ ഏക മകനാണ് 26-കാരനായ നിരഞ്ജൻ ദാസ്. പഠിച്ചിരുന്ന കാലത്ത് തന്നെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഞാൻ തന്നെ 1-2 വട്ടം പെൺകുട്ടികൾക്കൊപ്പം പലയിടത്തും വെച്ച് അത്ര നല്ലതല്ലാത്ത രീതിയിൽ അവനെ കണ്ടിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരു പെൺകുട്ടിയെ പ്രണയം നടച്ച് വിളിച്ച് ഇറക്കിക്കൊണ്ട് വന്നു. പിന്നീട് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. ഹോസ്പിറ്റലിലായി, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ പെൺകുട്ടി അതോടെ വീട്ടുകാർക്കൊപ്പം പോയി എന്നുമൊക്കെ നാട്ടിൽ വാർത്ത പരന്നിരുന്നു. ഇന്നാട്ടിൽ ഒളിഞ്ഞും തെളിഞ്ഞും അവനെപ്പറ്റി മോശം പറയുന്നതൊന്നും മിച്ചു കേട്ടിട്ടില്ലേ? നിരഞ്ജന്റെ സ്വഭാവം വെച്ച് മിച്ചുവുമായുള്ള ബന്ധം വെറും ഒരു പരിചയമോ സൗഹൃദമോ ആവില്ല എന്നുറപ്പാണ്. മിച്ചു, ഇവൾ എന്തിനാണ് ഇമാതിരി ഒരു ബന്ധത്തിൽ ചെന്ന് ചാടുന്നത്? ചെറിയച്ഛനും ചെറിയമ്മയും ഇതൊന്നും ശ്രദ്ധിക്കുന്നേയില്ല. അപ്പു പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് അന്വേഷിക്കണം. ഈശ്വര, ആ പെണ്ണ് കുഴപ്പത്തിലൊന്നും ചാടാതെ ഇരുന്നാൽ മതിയായിരുന്നു. എന്തൊക്കെ കുശുമ്പും കുഞ്ഞാമയും ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പുവിനെ ദ്രോഹിക്കുന്ന എന്ന കാര്യത്തിൽ അവളോട് ദേഷ്യമുണ്ടെങ്കിലും മിച്ചുവിന് ദോഷം വരുന്നതൊന്നും ചിന്തിക്കാൻ പോലും കാശിയെന്ന സഹോദരനായില്ല. കാശേട്ടാ എഴുന്നേൽക്കുന്നുണ്ടോ? ഇന്ന് ബാങ്കിൽ പോകുന്നില്ലേ? രാത്രി ഉറക്കമില്ലാതെ മിച്ചുവിൻ്റെ കാര്യം ആലോചിച്ചിരുന്നിട്ട് വെളുപ്പിനെ എപ്പോഴാണ് ഉറങ്ങിയത്. അതുകൊണ്ട് തന്നെ അപ്പു തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഉണർന്നത്. എന്തൊരു ഉറക്കമേത്! ഞാൻ എത്ര വിളിച്ചുവെന്നോ? ബെഡിൽ എഴുന്നേറ്റിരുന്ന് ക്ഷീണം മാറാതെ അവളെ നോക്കിയവനെ കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ട് പെണ്ണ് പറഞ്ഞു. ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല എൻ്റെ അപ്പൂട്ടാ. അവൾ എടുത്തു കൊടുത്ത ചായ കുടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. അതെന്താ ഉറങ്ങാതെ? എന്തെങ്കിലും വയ്യായി കൊണ്ടോ കാശിയേട്ടാ? ബെഡ് കുടഞ്ഞു വിരിക്കാൻ തുടങ്ങിയവൾ ടേബിൾ ചാരി നിൽക്കുകയായിരുന്നു. കാശിക്ക് അടുത്തേക്ക് വന്നു എത്തി കുത്തി നിന്നുകൊണ്ട് അവൻ്റെ കഴുത്തിലും നെറ്റിയിലുമൊക്കെ തൊട്ടു നോക്കി ചോദിച്ചു. എനിക്കൊന്നും ഇല്ലെൻ്റെ കുഞ്ഞെ, ഇടത് കൈകൊണ്ട് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് കാശി പറഞ്ഞു. കാശിയേട്ടൻ എന്താ ഉറങ്ങാത്തത്? ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി അപ്പു. ഉറക്കം വന്നില്ലെൻ്റെ അപ്പൂട്ടാ. പോകേണ്ട നേരമായി, വേഗം പോയി റെഡിയാവും. അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ട് കാശി പറഞ്ഞു. കാശിയേട്ടൻ മിച്ചേച്ചിയുടെ കാര്യം ആലോചിച്ചാണോ ഉറക്കം വരാതെ കിടന്നത്? അപ്പു ബെഡൊക്കെ നേരെ ഒതുക്കി വെച്ച് കുളിച്ചു മാറാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ തിരക്കി. കാശി മെല്ലെ ഒന്ന് മൂളി. അവർ തമ്മിൽ ചിലപ്പോൾ പരിചയം മാത്രമേ കാണൂ കാശിയേട്ടാ. അങ്ങനെ കാറിൽ കയറ്റി കൊണ്ടുവന്നതാവും. അങ്ങനെയല്ലെന്ന് 100% ഉറപ്പ് അപ്പുവിനുണ്ടായിരുന്നിട്ടും അവനെ ആശ്വസിപ്പിക്കാൻ എന്നവണ്ണം അവൾ പറഞ്ഞു. എന്തായാലും കൂടപ്പിറപ്പായി പോയില്ലേ, അന്വേഷിക്കണം. നിരഞ്ജനുമായി എന്ത് ബന്ധമായാലും അത് മിച്ചുവിനും നല്ലതല്ല. നീ പോയി കുളിച്ചിട്ട് വാ, പോവാൻ നേരമായല്ലോ. അപ്പുവിനോട് പറഞ്ഞുകൊണ്ട് തന്നെ ചായ കുടിച്ച ഗ്ലാസുമായി കാശി അടുക്കളയിലേക്ക് പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം കാശി ജയൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. കാശി, വാടാ, അപ്പുവിനെ കൊണ്ടുവന്നില്ലേടാ? അവനെ കണ്ടതും ജയൻ അവൻ്റെ കൈ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിക്കൊണ്ട് തിരക്കി. 2 ദിവസമായിട്ട് ഞാൻ ഉച്ച കഴിഞ്ഞ് ലീവാണ് ചെറിയച്ച. അതുകൊണ്ട് അപ്പുവിനെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരും. ഇപ്പോൾ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താടാ മോനെ, നീ ഇങ്ങോട്ട് അങ്ങനെ വരുന്ന പതിവില്ലല്ലോ. അപ്പു അവൾക്ക് എന്തെങ്കിലും? ജയൻ വല്ലായ്മയോടെ തിരക്കി. അച്ഛനായാലും ചെറിയച്ഛനായാലും ഭാര്യമാരെ നിലയ്ക്ക് നിർത്താൻ അറിയില്ലെന്ന് കാശിക്കറിയാം. അപ്പുവിനെ 2 ആൾക്കും ഇഷ്ടമാണ്. എന്നാൽ അത് ഭാര്യമാരുള്ളപ്പോൾ പ്രകടിപ്പിക്കില്ല. കാശി, ആലോചനയോടെ ഇരിക്കുന്ന അവൻ്റെ കയ്യിലൊന്ന് തൊട്ടു വിളിച്ചു അയാൾ. ഞാൻ ചെറിയച്ഛനെ കാണാൻ വന്നതാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യം കാണിക്കുകയോ എടുത്തു ചാടി ഒന്നും ചെയ്യുകയോ ചെയ്യരുത്. എന്താ വേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനമെടുക്കണം. ജയൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. നീ എന്നെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ കാശി, വേവലാതിയോടെ ജയൻ തിരക്കി. അത് ചെറിയച്ച, മിച്ചുവിൻ്റെ കാര്യമാണ്. അപ്പു നിരഞ്ജനൊപ്പം മിച്ചുവിനെ കണ്ടതും കാശി അന്വേഷിച്ചപ്പോൾ
അത് സത്യമാണെന്ന് അറിഞ്ഞു എന്നും പലപ്പോഴും മിച്ചു ക്ലാസ്സിൽ കയറാതെ അവനൊപ്പം കറങ്ങി നടക്കുവാണ് എന്നും അതിന് കൂട്ട് വിനീതയാണ് എന്ന് അറിഞ്ഞതുമൊക്കെ ഒന്നും വിടാതെ കാശി അയാളോട് പറഞ്ഞു. ഈശ്വര, ഈ പെണ്ണ് ഇതെന്ത് ഭാവിച്ചാണ് അവനെപ്പോലെ ഒരു കൊള്ളരുതാത്തവൻ്റെ ഒപ്പം ഇവളെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടും. നെഞ്ചു തടവി തളർച്ചയോടെ അയാൾ പറഞ്ഞു. അവളെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ ചെറിയച്ഛ? അവളോട് സംസാരിക്കണം. അതൊരു നല്ല ബന്ധമല്ലെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കണം. ചെറിയമ്മയോട് പറയണം മിച്ചുവിനെ ശ്രദ്ധിക്കാൻ. എൻ്റെ മോളെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരാ കാശി പറഞ്ഞത്? ഞാൻ എൻ്റെ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആ തന്ത ആരെന്ന് പോലും അറിയാത്ത പെണ്ണിനെ കെട്ടിയില്ലേ? അവളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ജയനും കാശിയും പറഞ്ഞതിൻ്റെ പൊട്ടും പൊടിയും എന്തൊക്കെയോ കേട്ടുവന്ന വിനയ അവനോട് ചാടിക്കടിച്ചു. എൻ്റെ അപ്പൂൻ്റെ തന്ത ആരാണ് എന്നത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം. നിങ്ങൾ സ്വന്തം മോളുടെ പോക്ക് ശരിയായ രീതിയിലാണോ എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കാൻ നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അപ്പു പറയുന്നത് പോലെ മകൾ പ്രസവിക്കുന്ന കുഞ്ഞിനെയും വിളിക്കേണ്ടി വരും. അതുണ്ടാവാതിരിക്കാൻ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട്. വിനയുടെ മുഖത്ത് അടിക്കും പോലെ പറഞ്ഞിട്ട് കാശി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞത് ചെറിയച്ഛനെങ്കിലും സീരിയസ് ആയിട്ട് എടുത്ത് വേണ്ടത് ചെയ്യുമെന്ന് ഞാൻ കരുതിക്കോട്ടെ? ബുള്ളറ്റിൽ കയറിയിരുന്നു കൊണ്ട് കാശി ചോദിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ മോനെ, എന്നിട്ട് വേണ്ടത് എന്താച്ചാ ചെയ്യാം. ഉമ്മർത്ത് നിന്നുകൊണ്ട് പരിശീലനായി ജയൻ പറഞ്ഞു. അതോടെ കാശി വണ്ടി ഓടിച്ചു പോയി. നിങ്ങളിതെന്ത് ഭാവിച്ചാണ് ജയേട്ടാ? അവൻ പറഞ്ഞതൊക്കെ തൊള്ള തൊടാതെ വിഴുങ്ങിയോ നിങ്ങൾ? എൻ്റെ കുഞ്ഞിനെ എനിക്ക് വിശ്വാസമാണ്. അവൾ അങ്ങനെയൊന്നും ഒരു തെറ്റും ചെയ്യൂല. അവൻ അവൻ്റെ ഭാര്യയെ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു വിടാതെ ഹാളിലേക്ക് കയറി വന്ന ജയന് നേരെ വിനയ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. നിർത്തടി ഒരുമ്പെട്ടോളെ, നിന്റെ മോളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടക്കാൻ അവൻ അവളുടെ ശത്രുവാണല്ലോ. പറഞ്ഞതുള്ളതാണല്ലോ ഇല്ലാത്തതാണല്ലോ എന്നൊന്ന് അന്വേഷിക്കാൻ പോലും അവൾക്ക് മനസ്സില്ല. നിന്റെ പൊന്നാങ്ങളുടെ മോളാണ് കൂട്ടു നിൽക്കുന്നത് എന്നുകൂടെ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ശരിക്കൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നിന്നോട് ബാക്കി സംസാരിക്കുന്നുണ്ട് ഞാൻ, വിനയുടെ മുഖത്തടിച്ചുകൊണ്ട് ജയൻ പറഞ്ഞു. അയാളുടെ പ്രവൃത്തിയിൽ വിനയ പകച്ചുപോയി. 23 വർഷത്തെ ജീവിതത്തിനിടയിൽ ആദ്യത്തെ അനുഭവമാണിത്. വൈദുവിനെ ആയാലും അപ്പൂനെ ആയാലും നാവ് കൊണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ജയേട്ടൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ കേൾക്കാത്ത പോലെ പോകും. പക്ഷേ കൈനീട്ടിയടിച്ചത് ഇതാദ്യമാണ്. വിനയ നിറമിഴിയോടെ ഓർത്തു. എങ്കിലും കാശി പറഞ്ഞു കേട്ട കാര്യമോർക്കെ അവർക്കും അവനോടും അപ്പൂവിനോടും ഉള്ളിൽ ദേഷ്യവും വെറുപ്പും കുമിഞ്ഞുകൂടി. സത്യമാണോടോ ഇയാൾ പറയുന്നത്? എന്നെപ്പോലെ തന്നെ ഉണ്ടോ ആ കുട്ടിയെ കാണാൻ? അച്ചു അങ്ങോട്ട് നിന്ന് പരിചയപ്പെട്ട് 3-ാം ദിവസം അപ്പുവിനെക്കുറിച്ച് പറയവേ അത്ഭുതത്തോടെ അമ്ന കൂട്ടുകാരികളെ ഒന്ന് നോക്കിയിട്ട് അച്ചുവിനോട് ചോദിച്ചു. ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എൻ്റെ അപ്പൂസിൻ്റെ അതേ മുഖം ആയതുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടത്. ചിരിയോടെ അച്ചു പറഞ്ഞു. ആ കുട്ടി ഇയാളുടെ അടുത്ത ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? അമ്നയുടെ ഫ്രണ്ട്സിൽ ഒരാൾ അച്ചുവിനോട് തിരക്കി. ഉവ്, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ് എൻ്റെ അപ്പൂനെ. എൻ്റെ കൂടപ്പിറപ്പ് തന്നെയാണ് അവൾ. പറഞ്ഞുകൊണ്ട് തന്നെ അച്ചു ആകാശിനെ വിളിക്കാൻ ഫോണെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആ കൊച്ചിൻ്റെ ഫോട്ടോ ഒന്ന് കാണിക്ക്, അമ്നയുടെ മറ്റൊരു കൂട്ടുകാരി പറഞ്ഞു. ഫോട്ടോ കാണിക്കില്ല, വേണമെങ്കിൽ നേരിട്ട് കൊണ്ടുവന്ന് കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവളുടെ വീട്ടിൽ വന്ന് കാണാം. പ്രതീക്ഷിച്ച വഴിയിലേക്ക് അവർ വരുന്ന സന്തോഷത്തിൽ അച്ചു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. അയ്യോ, വീട്ടിൽ വരാനൊന്നും പറ്റില്ല. ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് താമസിക്കും, അമ്ന വെപ്രാളത്തോടെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ കാശിച്ചേട്ടനോട് ചോദിക്കട്ടെ, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. പുള്ളി വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ. വലിയ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ട് അച്ചു പോകാൻ എഴുന്നേറ്റു. എന്നാൽ ഞങ്ങളും പോവാട്ടോ അശ്വതി, ബസ്സിന് സമയമായി. ഇടയ്ക്ക് ഇതുപോലെ കാണാം, അമ്നയും കൂട്ടുകാരികളും ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അച്ചു പുഞ്ചിരിയോടെ ഒന്ന് മൂളിക്കൊണ്ട് ആകാശം നിൽക്കുന്നിടത്തേക്ക് നടന്നു. അശ്വതി. അല്പം മുന്നോട്ട് നടന്നതും പിന്നിൽ നിന്ന് ഒരു വിളി കേട്ട് തിരിഞ്ഞു അച്ചു. അശ്വതി, ഇയാളുടെ ഫോൺ നമ്പർ തരാവോ? ഞാൻ പിന്നീട് സമയം പോലെ വിളിക്കാം, അപ്പോൾ വിശദമായി സംസാരിക്കാം. എനിക്ക് അപ്പൂനെ കാണണം. കൂട്ടുകാരികൾ നിൽക്കുന്നിടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവർ കേൾക്കാതെ ഇരിക്കാൻ ഒച്ച കുറച്ച് അമ്ന പറഞ്ഞു. അമ്നയ്ക്ക് ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അച്ചുവിൻ്റെ ചുടികൾ മനോഹരമായ ചിരി നിറഞ്ഞു നിന്നിരുന്നു.